എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് അന്വേഷണ സംഘത്തെ കൊണ്ടെത്തിക്കുക, അപ്പോൾ അപ്പുണ്ണി ഇല്ലാതിരിക്കുക, അതൊരു പിഴവല്ലായിരുന്നു? അത് പക്ഷേ രണ്ട് തരത്തിലും പറയാൻ വേണോ. ഇതിനകത്ത് ഇവർക്ക് പറ്റിയ ഒരബദ്ധം എന്ന് പറയുന്നത് ഞാൻ വിലയിരുത്തുന്നത് കേട്ടോ, ഒരബദ്ധം എന്ന് പറയുന്നത് ഇവരൊരു പരാതി പോലീസിന് കൊടുത്തു. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരാതി പോലീസിന് കൊടുത്തു. അവിടെയാണ് ഇവർക്ക് ആദ്യം പിഴയ്ക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അപ്പുണ്ണിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പുണ്ണിയെ ഒളിവിൽ താമസിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പ്രതി ചെയ്തു കൊടുക്കുമെന്നും അതുകൊണ്ട് ഈ പ്രതിയെ ജാമ്യത്തിൽ വിടാൻ പാടില്ല എന്ന് പ്രോസിക്യൂഷന് വാദിക്കാൻ കഴിയും. അതും പ്രതിഭാഗത്ത് വന്ന വീഴ്ചയായിട്ടാണ് വരിക, അല്ലാതെ പോലീസിന്റെ ദൗർബല്യമായിട്ടല്ല വരിക. ശരി, ഈ പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ നടൻ പുറത്തിറങ്ങിയാൽ നേരെ ചെയ്യാൻ പോകുന്നത് നടി തൊഴിലെടുക്കുന്ന സ്ഥലത്ത് പോയി അവരെ അപമാനിക്കും, അങ്ങനെ ക്രമസമാധാന പ്രശ്നമുണ്ടാകും. ഇങ്ങനെ ഒരു വാദം എത്രമാത്രം യുക്തിഭദ്രമാണ് ശ്രീ ആഷി? നേരെ പോകുന്നത് ലൊക്കേഷനിലേക്കായിരിക്കുമോ? അവിടെ നേർക്കുനേർ കൊമ്പ് കോർക്കുമോ? അങ്ങനെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമോ? ഇത് ആരുടെ ബുദ്ധിവിലാസമാണിത്? അല്ല, ഈ പോലീസ് ഇത്തരം ചില പൈങ്കിളി കഥകളൊക്കെ എഴുതാറുണ്ട്. അതൊക്കെ സർവ്വസാധാരണമാണ്. ഇത്തരം ഒരു കേസിൽ അത് പുറത്തു വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിലെ പ്രധാന സാക്ഷികൾക്ക് ജീവഹാനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രതി പുറത്തു വന്നാൽ എന്ന് വേണമെങ്കിൽ പോലീസിന് പറയാവുന്നതാണ്. അത് ചില രാഷ്ട്രീയ കേസുകളിലൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ അതിനെ ഇങ്ങനെ പൈങ്കിളി ആക്കുക മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹം എന്ന് പറയുന്ന അങ്ങേയറ്റം അരക്ഷിതമായ നിലയിലാണ് ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരുതരം അതിശയോക്തിയും അതിലുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ലിബർട്ടി ബഷീർ, എന്താണ് ദിലീപിനെ സംബന്ധിച്ച അപ്പുണ്ണി? ഇപ്പോൾ സിനിമാ വൃത്തങ്ങളിൽ കേട്ടിട്ടുണ്ട് ദിലീപിന് വേണ്ടി മരിക്കാനും തയ്യാറാണ് അപ്പുണ്ണി എന്ന് പറയുന്ന നിലപാടുകാരനാണ് എന്ന്. എന്താണ് ആ ബന്ധത്തിൻ്റെ ദൃഢത? എന്താണ് ഈ അപ്പുണ്ണിയുടെ റോള്? വേണു പല കാര്യങ്ങളിലും വേണ്ടാണ്ട് സംശയിക്കുന്നത്. ഞാൻ ആദ്യം ഒരു 3-4 കാര്യങ്ങൾ പറയാം. വേണു, ഒന്ന്, അപ്പുണ്ണിൻ്റെ നിരോധനം അത് കേസിനെ ബലപ്പെടുത്തുകയാണ്. അപ്പുണ്ണിൻ്റെ നിരോധനം ഇതുവരെ അപ്പുണ്ണി ധൈര്യമായിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ അപ്പുണ്ണിയെ മാറിയിരിക്കുന്ന സമയത്ത് ഒന്നും കൂടി പ്രോസിക്യൂഷന് ബലം വർദ്ധിക്കും. രണ്ടാമത്തെ കാര്യം, അഡ്വക്കേറ്റ് അന്ന് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് പ്രവീഷ് ചാക്കോ, അയാൾ മാറി നല്ല അത് പിന്നെ കേസിൽ ബലം കൂടി ചെയ്യാൻ നിങ്ങൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൂടുതൽ സംശയത്തിന്റെ നിലയിലേക്ക് പോലീസിനെ കൊണ്ടെത്തിക്കുകയാണ്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ഭയപ്പെടേണ്ട. അപ്പുണ്ണി എന്നല്ല പറഞ്ഞത്, പല ഡ്രൈവർമാരും ഇന്നുള്ള സൂപ്പർ സ്റ്റാറിന്റെ പല ഡ്രൈവർമാർ തന്നെ അടുത്ത കാലത്തായിട്ട് ആദ്യം വേറൊരു ഡ്രൈവറിന് ഉണ്ടായത്, അദ്ദേഹം ഈ മഞ്ജു വാര്യരുടെ ഇഷ്യൂ വന്ന സമയത്ത് അവരെ പുറത്താക്കിയിട്ട് അത് മുസ്ലിമായിരുന്നു. ഇപ്പൊ അപ്പുണ്ണിനെ വെച്ച്, അപ്പുണ്ണി എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ ഒരു എല്ലാ കാര്യവും നോക്കുന്ന വ്യക്തിയാണ്, ഒരു ബോഡി ഗാർഡാണ്, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അപ്പുണ്ണി മാത്രമേ ഉണ്ടാവൂ. അത് സ്വാഭാവികമായിട്ട് നമ്മൾ സ്വന്തം ഡ്രൈവർമാർക്ക് നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നതാണ്. പക്ഷെ അപ്പുണ്ണി എല്ലാ കാര്യങ്ങളും ഈ നടത്തുന്ന എല്ലാ കാര്യങ്ങളും അപ്പുണ്ണി അറിയുന്നതാണ്. പക്ഷെ അപ്പുണ്ണിനെയും ഈ പ്രവീഷ് ചാക്കോനെ മാറിയെന്നാൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. വക്കീലിനോട് പറഞ്ഞ മാതിരി ഇവിടെ കേസിൽ ബലം കൂടെ ചെയ്യുന്നു, ഓരോന്നും സംശയത്തിന്റെ ഇടയിലേക്ക് പോയിക്കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ അപ്പുണ്ണിനെ ധൈര്യത്തിൽ ആരാക്കാലോ. പിന്നെ മൂന്നാമതൊരു കാര്യം ഞാൻ പറയാം, പോലീസ് മറ്റേ കുറ്റപ്പെടുന്നത്, ഇവിടെ 13 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് നാദിർ ഷാനെ ഇന്നുവരെ അറസ്റ്റ് ചെയ്തില്ല. നാദിർ ഷാന്റെ അതിൽ നിരപരാധിയുടെ ബോധ്യം വന്നുകൊണ്ടാണ്. പിന്നെ നാദിർ ഷാന്റെ മുമ്പിൽ 2 കാര്യം വെച്ചിട്ടുണ്ട്. ഒന്നിക്ക് മാപ്പസാക്ഷിയാകാം, അല്ലെങ്കിൽ പ്രതിയാകാം. ഒന്നിക്ക് മാപ്പസാക്ഷിയായാൽ പ്രതിയാവില്ല, അല്ലെങ്കിൽ മാപ്പസാക്ഷിയാകാൻ പറ്റില്ലെങ്കിൽ പ്രതിയാകേണ്ടി വരും. അതിനൊരു ഡിസിഷൻ ഇതുവരെ നാദിർ ഷാ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ നാദിർ ഷാനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വൈകുന്നത്. ശരിയാണ്. പക്ഷേ നാദിർ ഷായെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് ആശങ്കയുമുണ്ട്. മാപ്പുസാക്ഷിയാക്കിയാൽ പിന്നീട് കൂറുമാറുമോ എന്ന്. അത് പൾസർ സുനി മുതൽ ഒരുപക്ഷെ ഇനി കാണാനിരിക്കുന്നതാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അത്ര ശക്തമായിരിക്കട്ടെ പ്രോസിക്യൂഷന്റെ പഴുതടച്ചുള്ള നടപടികൾ. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ലിബർട്ടി ബഷീർ, ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഇനി എന്തൊക്കെ നിർബന്ധിത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഗൂഢാലോചനയാണ് റീഓപ്പൺ ചെയ്യപ്പെട്ടത്. അതൊരു ചെറിയ കാര്യമല്ല. അങ്ങേയറ്റം പ്രമുഖനായ ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സിനിമാ സംവിധാനത്തെ CPM രാഷ്ട്രീയവൽക്കരിക്കുന്നു, രാഷ്ട്രീയ രംഗത്തെ CPM ഒരു തരം രാഷ്ട്രീയ ഉൾക്കാമ്പുമില്ലാതെ സിനിമാവൽക്കരിക്കുന്നു. ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്ഷേപം പറഞ്ഞാലും ഒരു നിർണായക ഘട്ടത്തിൽ ഈ പാർട്ടിയും ഈ സർക്കാരും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനി എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇത് നടാടെയൊന്നുമല്ല ഇത്തരമൊരു സംഭവം സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് പല കേസുകളുണ്ടായി, അതെല്ലാം തേച്ചുമാച്ച് കളയപ്പെടുകയായിരുന്നു.
മുൻ സർക്കാരിൻ്റെ കാലത്ത് ഈ പൾസർ സുനി ഉൾപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ശക്തമായൊരു പരാതിക്കാരി ഉയർന്നു വരാതിരുന്നത് ആ കാര്യത്തിൽ നീതിപൂർവമായ അന്വേഷണം നടക്കില്ല എന്നവരുടെ ബോധ്യം കൊണ്ടാണ് എന്നാണ്. അപ്പോൾ അരക്ഷിതാവസ്ഥയുണ്ടാക്കിയത് അന്നത്തെ ഭരണ സംവിധാനമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു, അതുകൊണ്ട് ശക്തമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടിയിലേക്ക് പോകുന്നു എന്നും മറുപടി. കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വീണിടത്ത് കിടന്ന് ഉരുളുക. ഇതിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു വിഡ്ഢിയൊന്നുമല്ല. വളരെ കൃത്യമായി വാക്കുകൾ അളന്നു തൂക്കി സംസാരിക്കുന്ന കേരളത്തിലെ അപൂർവം രാഷ്ട്രീയക്കാരിലൊരാളാണ്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, അവരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ട് പിറ്റേ ദിവസം തിരുത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. പക്ഷേ പിന്നെ ശ്രീ പിണറായി വിജയൻ പറയുന്ന വാക്കുകൾ പിറ്റേന്ന് സാധാരണ തിരുത്തേണ്ടി വരില്ല, കാരണം അളന്നു തൂക്കിയേ പറയൂ. അദ്ദേഹം ഇതിന് വല്ല ആവശ്യമുള്ളതായിട്ടാണോ? അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഈ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാക്കുകളല്ലേ, ഇത് ഒരു വ്യക്തിയുടെ മനസ്സിൽ തന്നെ അയാളുടെ ഭാവനയിൽ ഉണ്ടായ ഒരു കേസാണ്. ഇതിനപ്പുറത്തേക്ക് വേറെ ഗൂഢാലോചന കാര്യമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, അല്ല ഗൂഢാലോചനയുടെ ഭാഗമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ അമ്മയുടെ നേതൃത്വത്തിന് ഈ ഗവൺമെൻറ്റിന് മേലുള്ള സ്വാധീനമാണ്. അമ്മ നേതൃത്വം ഞാൻ പൊളിറ്റിക്കലൈസ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ പൊളിറ്റിക്കലൈസ് ചെയ്തിരിക്കുക തന്നെയാണ്. അതിൻ്റെ മുകളിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ MLA മാർ, MP മാർ, അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട പ്രചാരകർ, അവർക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾ, അതിൻ്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈ സിനിമ അവർക്ക് സ്ഥാനാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ആളാണ് സിനിമാ ലോകത്തുനിന്ന്. അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല അവരുടെ പാർട്ടി ചാനലിൻ്റെ ചെയർമാനുണ്ട് അവിടെ, അദ്ദേഹമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിളിച്ചതാ ആ ദിലീപിനെ അങ്ങോട്ട് ഇപ്പോൾ തന്നെ അയാളെക്കുറിച്ച് ആവശ്യമില്ലാത്ത ചില സംശയങ്ങൾ വരുന്നുണ്ട്, അയാളിപ്പം നമ്മുടെ ഒരു പൂർണ്ണ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ആളാണ്, അയാളെ ഒന്ന് കുറ്റവിമുക്തനാക്കി അല്ലെങ്കിൽ അയാളുടെ ഈ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് പുറത്തേക്ക് വിടണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏറ്റുപറഞ്ഞു. അത് മനഃപൂർവ്വമാണ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ ധരിപ്പിച്ചു. പക്ഷേ ഇവർക്ക് ഈ ഗവൺമെൻറ്റിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് ചെറിയ സ്വാധീനമൊന്നുമല്ല. ഇവരുടെ നിയന്ത്രണത്തിനനുസരിച്ച് തന്നെയാണ് ഈ ഗവൺമെൻറ് തുള്ളിച്ചാടുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇങ്ങോട്ട് ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഇവർ തീരുമാനിക്കുന്നു. അത്രയും കടപ്പെട്ടിരിക്കുന്നു ഈ സിനിമാ താരങ്ങളോട് CPM-ഉം ഈ സർക്കാരുമെങ്കിൽ പിന്നെ ഈ നിയമ നടപടി ഇവിടെ വരുന്നത് എന്തുകൊണ്ട്? ഇനി ഇത്തരം ബാധ്യതകളൊന്നുമില്ലാത്ത നിങ്ങളുടെ കാലത്ത് ഒരു നിയമ നടപടിയും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട്? അത് ഏത് കാര്യത്തിലാണെന്ന് പറ, ഏത് കാര്യത്തിലാണെന്ന് പറയാം. പൾസർ സുനിയെ നമ്മുടെ മേനകയുടെ എന്തോ ഒരിക്കൽ വണ്ടിയിൽ ഇതുപോലെ കൊണ്ടു നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരാതി പിന്നീട് കേട്ടിട്ടുണ്ട്. അതെനിക്കറിയില്ല, അതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന്. അത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണെന്ന് കൂടെ അന്വേഷിക്കാം. 5-6 വർഷം മുമ്പത്തെ കാര്യം അത്. ശരി, സർക്കാർ ഒരു തുടർച്ചയാണല്ലോ, പോലീസ് സംവിധാനവും ഒരു തുടർച്ചയാണല്ലോ. ആ അന്വേഷണം പോലീസ് അവിടെ വെച്ച് മൂടിക്കാണും, അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചു. അതിന്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിയിലെ പോലീസ് ചില കാര്യങ്ങൾ അവിടെ വെച്ച് മൂടിക്കളഞ്ഞു എന്ന് പറയുന്നെങ്കിൽ ആ കൊച്ചിയിലെ പോലീസ് തന്നെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളുടെ തുടർച്ച അന്വേഷിച്ചു പോയത്. അപ്പൊ പോലീസ് മാറുന്നുവെങ്കിൽ അങ്ങനെ കൊച്ചി പോലീസ് തന്നെ രണ്ട് സ്വഭാവം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ പ്രകടമായൊരു മാറ്റമായി നമുക്ക് പുറത്തേക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്താണ്? ഒരു ഭരണമാറ്റം ഉണ്ടായെന്നാണ്. അതാണ് കോടിയേരിയും പറയുന്നത്. അവിടെ ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ പ്രത്യേകിച്ച് എന്താണ് ഭരണമാറ്റം ഉണ്ടായതുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതെന്നാണോ എന്നാണ് കോടിയേരി. പരാതിക്കാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതിക്കാരില്ലാതെ പോകുന്ന ഭരണ രാഷ്ട്രീയ സാഹചര്യം അതായതുകൊണ്ടാണ് രാഷ്ട്രീയം ഉണ്ടായത്. പൾസർ സുനിക്കെതിരായിട്ടൊരു ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങിയത് നിങ്ങളുടെ ഭരണകാലത്താണ്. പക്ഷേ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പക്ഷേ വേണു പറഞ്ഞത്, അതായത് ഇപ്പോൾ ശ്രീ കോടിയേരിയുടെ ലേഖനത്തെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, അതായത് അന്നൊരു പരാതിക്കാരി ഇല്ലായിരുന്നതുകൊണ്ടും ആ പരാതിക്കാർക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് അവർ ഉറപ്പായിരുന്നത് കൊണ്ടും ഒരു പരാതിക്കാരുണ്ടായില്ല എന്ന് പറയുന്നത്. നേരത്തെ വേണു മറ്റൊരു സാഹചര്യം പറഞ്ഞല്ലോ, അതായത് പിന്നെ ദിലീപിനെ ഇപ്പോൾ അങ്ങോട്ട് വിട്ടാൽ നേരെ നടി വർക്ക് ചെയ്യുന്നിടത്ത് എന്നൊരു കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സംഭവം മാത്രമാണ്. വേറൊരു കാര്യം, പക്ഷേ ഞാൻ പറഞ്ഞു വേണു രണ്ടും ഏതാണ്ട് ഒരുപോലെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ഇവിടെ അഡ്വക്കേറ്റ് നേരത്തെ പറഞ്ഞല്ലോ ഇതെന്നാണ് ഈ സംഭവം നടന്നത്, എന്നാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്, എത്ര മാസമായി വേണു? ഞാൻ ചോദിക്കുന്നത്, ഈ ഗവൺമെൻറ് അത്രയ്ക്ക് പ്രതിജ്ഞാബദ്ധമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അവിടെ നിൽക്കട്ടെ, നമ്മളതിനെക്കുറിച്ച് ഒത്തിരി ചർച്ച ചെയ്ത് കഴിഞ്ഞു. അന്നേ ഈ പോലീസ് ഈ ഗൂഢാലോചന എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ പൾസർ സുനി ഈ ഒറ്റ കാര്യം, ഇതിൽ പരാതിക്കാരി പോലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ സംഭവം നമ്മളെ ഒത്തിരി ചർച്ചയാണല്ലോ. ഈ ഒരു കാറിൽ 2 മണിക്കൂർ നേരം
ഒരു പെൺകുട്ടിയെ ഒരാള് അല്ല, ഞാൻ ആ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്- അല്ല, ഞാൻ ഞാൻ ഒറ്റ ഞാൻ ഒറ്റ കാര്യം കാര്യം. പോലീസിനെ വേണു, 120B അന്വേഷിക്കാൻ വേണു. നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ആ ഘട്ടത്തിൽ വേണു ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞേക്ക് വേണു ഈ ഒരു കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പരാതി പോകല പറയുന്നില്ല. അല്ലല്ല പരാതി പറയേണ്ട ഈ കാര്യമില്ല. കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല. ഈ പൾസർ സുനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിനോ അല്ലെങ്കിൽ ഒരു സെക്സുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല ഇത് ഉണ്ടായത്. ഇത് ആർക്കോ വേണ്ടിയാണെന്നുള്ള ആർക്കാ സംശയം? പക്ഷേ ചില കാര്യങ്ങളിൽ ചില സംഭവങ്ങളിൽ ഈ പൾസർ സുനി സ്വന്തം നേട്ടത്തിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. എന്റെ പൊന്നു വേണു, നമുക്ക് അവിടെ വെച്ച് എന്താണ് പറയുന്നത്? ആ പെൺകുട്ടി പോലീസിനോട് എന്താ പറഞ്ഞത്? അവിടെ വെച്ച് പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണ്, ഇത് കൊട്ടേഷനാണ്, സഹകരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോ അഡ്വക്കേറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇത് അന്നേ അന്വേഷിച്ചിരുന്നെങ്കിൽ അന്നേ അറസ്റ്റ് ചെയ്യാമായിരുന്നു. എത്ര മാസങ്ങൾക്ക് ശേഷം ഒരു ജിൻസൺ വന്നല്ലോ. ഒരു ജിൻസൺ അത് എങ്ങനെ വന്നു എന്നുള്ളത് വാഴയ്ക്കാൻ അവിടെ നിൽക്കട്ടെ. ഒരു ജിൻസൺ സഹ തടവുകാരൻ ഉണ്ടായത് കൊണ്ടാണല്ലോ ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം അതാ പറഞ്ഞത്, എത്രത്തോളം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്ന സാഹചര്യം ഉരുത്തിരിയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഒരു പ്രത്യേക കാരണത്തിലൂടെയാണ് ആ സാഹചര്യം ഉരുത്തിരിയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഞാൻ ഇടവേളയ്ക്ക് ശേഷം